ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ആളുടെ മെസ്സേജസ് എന്താണ്, നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളുടെ ആളുടെ മെസ്സേജസ്. I can't express myself. Oh, I don't understand. I feel lonely. Drama. It is dark without you. Sex with you. People don't believe in me. Drugs and alcohol. Sexual desire. My life is a mess right now. I want to be different. I am blocked. Okay. അതായത് അവരുടെ ജീവിതം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പരിപാടി. അവർക്ക് തന്നെ അവരെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചില സമയത്ത് അവരുടെ ദേഷ്യം കൊണ്ട് അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു, ആരുടെയൊക്കെയോ കൂട്ടുപിടിച്ച് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നു. അത് ചില സമയത്ത് ആ ഒപ്പിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് ചില സമയത്ത് അവർക്ക് പോലും മനസ്സിലാവുന്നില്ല. ഐ ഫീൽ ലോൺലി. ലോൺലി ആയിട്ട് ചില സമയത്ത് ഫീൽ ചെയ്യുന്നു. ഡ്രാമ. ഓക്കെ, ചിലപ്പോൾ സിനിമകളെക്കാളും വെല്ലുന്ന പരിപാടികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി സമ്മാനിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതുപോലെയുള്ള പരിപാടികൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഇറ്റ് ഈസ് ഡാർക്ക് വിത്തൗട്ട് യു. നിങ്ങളില്ലാത്ത ഒരു ജീവിതം അവർക്ക് വെളിച്ചമില്ലാത്ത ഒരു ജീവിതമാണ്, ഇരുട്ടാണ്, കൂരാക്കൂരിരുട്ടാണെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സെക്സ് വിത്ത് യു, അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ മീ. ഇവരൊന്നല്ലെങ്കിൽ നുണച്ചനോ നുണച്ചിപ്പാറോ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആരും എന്നെ വിശ്വസിക്കുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു രോദനം ഇവർക്കുണ്ട്. ഒന്നല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തികൾ അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ കാണിച്ചു കൂട്ടലുകൾ അങ്ങനെയായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം വിശ്വസിക്കാത്തത്. കാരണം ഈ വ്യക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ വ്യക്തി എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പരിപാടി ഒപ്പിക്കുമെന്നും നിങ്ങൾക്കറിയാം. ഓക്കെ. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, ഒന്നല്ലെങ്കിൽ നിങ്ങളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തിയായിരിക്കാം. ഒരിക്കലും നമ്മൾ ആൽക്കഹോളിനെയും ഡ്രഗ്സിനെയും നമ്മളുടെ ടെമ്പററി കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി, അതായത് നമ്മളുടെ ടെമ്പററി കാര്യങ്ങളല്ല, നമ്മളുടെ വിഷമങ്ങൾ മാറ്റാൻ വേണ്ടി, ടെമ്പററി ഹാപ്പിനെസ്സിന് വേണ്ടി അതിൽ ചെന്ന് തൊടാതിരിക്കുക. പിന്നെ അത് മാറ്റാൻ വേണ്ടി വേറെ എന്തെങ്കിലും പരിപാടിയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് പറയുകയാണ്, ടെമ്പററി ഹാപ്പിനെസ്സിന് വേണ്ടി അതിനെ അഡിക്റ്റ് ആക്കി നിർത്താതിരിക്കുക, നമ്മൾ അതിൽ അഡിക്റ്റ് ആകാതിരിക്കുക. സെക്ഷൽ ഡിസയർ. മൈ ലൈഫ് ഈസ് എ മെസ് റൈറ്റ് നൗ. ഐ വാണ്ട് ടു ബി ഡിഫറെന്റ്. ഐ ആം ബ്ലോക്ക്ഡ്. അതായത് അവരുടെ ജീവിതം ഇപ്പൊ ഭയങ്കര കുഴപ്പത്തിലാണ്, ഭയങ്കര പ്രശ്നത്തിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഐ വാണ്ട് ടു ബി ഡിഫറെന്റ്. ഞാൻ വളരെ വ്യത്യസ്തയായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ വ്യത്യസ്തനാണ്. പക്ഷേ ഞാൻ ഒരു സിറ്റുവേഷനിൽ ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ബ്ലോക്കാണ്, അല്ലെങ്കിൽ എൻ്റെ ഈഗോ വെച്ച് ഞാൻ സ്വയം ബ്ലോക്ക് ചെയ്ത് നിൽക്കുവാണ് നിങ്ങളുടെ അടുത്ത് വരാതെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ദേഷ്യത്തിന്റെ കൂടുതൽ, നിങ്ങളോടുള്ള വേറെ ഏതെങ്കിലും കൂടുതൽ ഞാൻ അങ്ങനെ നിൽക്കുവാണ്, ഇങ്ങനെ നിൽക്കുവാണെന്നുള്ള ഒരു ഇത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പെയിൻഫുൾ മെമ്മറീസ്. ഐ വാണ്ട് ഔട്ട്. ഓക്കെ, അതായത് നിങ്ങൾ നല്ല ലവ് ബേർഡ്സിനെ പോലെ ഇരുന്ന ആളുകളായിരിക്കാം, ഇപ്പോൾ അതുപോലെയുള്ള അവസ്ഥയിലായിരിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടാകാം. അപ്പൊ നമ്മൾക്ക് വിഷമങ്ങൾ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു ജീവിച്ചത്, അല്ലെങ്കിൽ പണ്ട് അങ്ങനെയുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളൊരു മെമ്മറിയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ മെമ്മറി ഇപ്പൊ വിഷമം വരുമ്പോഴാണ് പണ്ട് സന്തോഷത്തിൻ്റെതായിട്ടുള്ള നല്ല മെമ്മറീസ് ഒക്കെ എന്താ പറയാ നമ്മുടെ മനസ്സിലോട്ടും ശരീരത്തിലോട്ടൊക്കെ വരുന്നത്. വൈ ഡു ഐ ഫീൽ ദിസ് വേ? ഇറ്റ് ഹേർട്സ് സോ മച്ച്. ഐ വിഷ് ഐ കുഡ് ബി ഫുള്ളി ഹോണസ്റ്റ് വിത്ത് യു. ഐ ആം ഒബ്സസ്ഡ് വിത്ത് യു. ഐ കാണ്ട് ലെറ്റ് ഗോ ഓഫ് യു. ഓക്കെ, അതായത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു,
എന്താണ് കാര്യങ്ങൾ? ഇതെന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായ കാര്യങ്ങളൊക്കെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു സത്യസന്ധൻ, വിശ്വസ്ത അങ്ങനെയൊക്കെ ആയിട്ടിരിക്കാൻ, അങ്ങനെ ആയിട്ടിരിക്കാം. ഓക്കെ. അപ്പൊ എന്തൊക്കെയോ നുണകളോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്ന പല പരിപാടികളും മച്ചമ്പി ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നു. ഓക്കെ. ഐ ആം ഒബ്സസ്ഡ് വിത്ത് യു. നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഒബ്സഷൻ ഉണ്ടാവും. അഭിനിവേശം അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, അതിന് വേറെ എന്തെന്നാണ്, അത് മനസ്സിലായല്ലോ. ഒബ്സഷൻ ഉണ്ടാവും. അത് ചിലപ്പോ ഫിസിക്കലി ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മെന്റലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചേരുമ്പോ ഏതെങ്കിലും ഒരു ജോക്സ്, കോമഡി അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടാവും. നിങ്ങളോ അവരോ ഏതെങ്കിലും ഓമന പേര് ഒക്കെ ഇട്ട് സംസാരിക്കുന്ന ആളുകളായിരിക്കാം. തക്കുടു, കുണുവാവ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാവച്ചൻ, വാവച്ചി അങ്ങനെയുള്ള പേരുകളൊക്കെ ഇട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. നമ്മൾ അത്രയും ഒബ്സഷൻ ഉള്ളവരോടല്ലേ അങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫിസിക്കലി ഉള്ള ഒരു രീതിയിലുള്ള ഒരു ഒബ്സഷൻ ആയിരിക്കാം. ഐ കാൺ ലെറ്റ് ഗോ ഓഫ് യു. എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് എത്ര ശ്രമിച്ചിട്ടും ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. എങ്ങനെ തുടങ്ങണം? ഇതിനി എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്? എന്താണ് ഇതിന്റെ പരിപാടി? ദ പാഷൻ ഈസ് ടു മച്ച്. നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിലുള്ള പാഷൻ കാണിക്കുന്നുണ്ട്. I want out. You are so different from everyone around me. I long for your kiss. ഇത് ഉമ്മച്ചന്റെ ചിറ്റപ്പനാണ് കേട്ടോ. അതായത് I long for your kiss. മനസ്സിലായല്ലോ. അപ്പൊ ഉമ്മച്ചന്റെ ചിറ്റപ്പനോ ചിറ്റമ്മയോ ആരോ ആണ്. അപ്പൊ അത് നിങ്ങളെന്താണോ അവരെന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് മാത്രമേ അതിന്റെ റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം അതിനെന്താന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ. യു ആർ സോ ഡിഫറെന്റ് ഫ്രം എവരി വൺ അറൗണ്ട് മീ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പല ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരിൽ നിന്ന് എല്ലാം വ്യത്യസ്തമാണ്. കാരണം അവരുടെ കൂടെയുള്ള എല്ലാരേക്കാളും പല പരിപാടികളും നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പല ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളായിരിക്കും പല എഫേർട്ട് എടുത്ത് സ്നേഹിച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ പല കാര്യങ്ങളും അവര് ഇന്നേ വരെ കാണാത്ത പല കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടാകാം. സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ കൊണ്ട് ആകുന്ന രീതിയിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് സഹിച്ചു നിന്നിട്ടുണ്ടാകാം. ഓക്കെ. വാട്ട് ഡു യു സീ ഇൻ മീ? ആശാന്റെ മുഖത്തിരിക്കുന്ന കറുത്ത കണ്ണട. ഓക്കെ. നിങ്ങൾ എന്താണ് എന്നിൽ കാണുന്നത് എന്നാണ് മച്ചമ്പി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പറയും. ഇതൊക്കെയാണ് നിങ്ങളുടെ ആള് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ്. ഓക്കെ. അപ്പൊ ഇതിൽ ഏഞ്ചൽ മെസ്സേജ് എന്താന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ആള് തരുന്ന മെസ്സേജ്. നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എനർജി വർക്ക്. പണിയെടുക്കണം. സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സ്. ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ. അതായത് ബ്യൂട്ടി റിച്വൽ, ഡീപ് ബ്രീത്തിങ്, മ്യൂസിക്. ഇവിടെ വാ. ഓക്കെ. ടേക്ക് എ വോക്ക്. ഇതിന്റെ ഇതിപ്പുറത്ത് വെക്കാം. ഓക്കെ. അതായത് പ്രഷർ സംബന്ധമായിട്ടോ, തലകറക്കം, തലവേദന, അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ വേരിയേഷൻസ്, പെട്ടെന്ന് പ്രഷർ താഴുന്നു, പെട്ടെന്ന് പ്രഷർ പൊങ്ങുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് പോയിസൺ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്ന, അതായത് ജങ്ക് ഫുഡ് കഴിക്കുന്നത് കുറക്കുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചികിത്സിക്കാതെ അത് ഹോസ്പിറ്റലിൽ പോയി പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ് നടത്തുക. എന്ത് കാര്യത്തിനും പാരസെറ്റമോളോ അമോക്സിസിലിനോ ഒന്നും കഴിച്ചിരിക്കാതെ പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ് നടത്തുക. ഓക്കെ. കാരണം അങ്ങനത്തെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. മൈന്യൂട്ടായിട്ടുള്ള വല്ല കാര്യങ്ങളും ആയിരിക്കും. ഇനി അതിന്റെ പേരിൽ ഓവറായിട്ട് ചിന്തിക്കണ്ട കേട്ടോ. അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ആളുകൾ വീഡിയോ കാണുന്നുണ്ട്. മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കേസായിരിക്കും. അപ്പൊ അതൊന്ന് നമ്മൾ നോക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ല. സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സ്. ഇപ്പൊ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹീലേഴ്സ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്ത ഒരു സന്തോഷം, സമാധാനം കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന ആക്ടിവിറ്റീസിൽ, ഫ്രണ്ട്സിനോടുള്ള സംസാരത്തിൽ, കാര്യങ്ങളിലൊക്കെ കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. സംസാരം, അതല്ലാതെ ഇപ്പൊ എന്താ പറയാ,
ഇപ്പൊ എനിക്ക് പല രീതിയിലും പല ആളുകളുമായിട്ട് നമ്മള് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എന്നിട്ട് ഒരാവശ്യം വരുമ്പോ അവരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്ന് ആവശ്യം വരുമ്പോ വിളിച്ചു കഴിഞ്ഞാൽ അവര് അതേപോലെ തന്നെ നമ്മളെ സ്വീകരിക്കണമെന്നില്ല. അപ്പൊ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. കാരണം ചില ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്തുനിന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു വളരെ നല്ല കാര്യമാണ്. എന്തും ഏതും എങ്ങനെയുള്ള രീതിയിലും പറഞ്ഞ് നമുക്ക് പറ്റുന്ന, അതായത് ഫാമിലിനോട് പറയാൻ പറ്റാത്തത് പോലും നമുക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഫാമിലിക്ക് പോലും ചെയ്ത് തരാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സിന് നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അവരുടെ കൂടെ ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനാണെങ്കിൽ ട്രിപ്പ് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കുക, ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുക. അങ്ങനെയുള്ള പരിപാടി. എനർജി വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും തൂങ്ങിയിരിക്കാതെ പണിയെടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരം ഒന്ന് മൂവ്മെന്റ് ആവുന്ന രീതിയിലുള്ള പണികൾ എടുക്കുക. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറച്ചൊന്ന് കുറക്കുക. ഓക്കെ. കണ്ണിന്റെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുക. മ്യൂസിക്, നല്ല രീതിയിലുള്ള പാട്ടുകൾ കേൾക്കുക. കാരണം ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മളുടെ ഏത് രീതിയിലുള്ള ഫീലിങ്ങിനെയും ബാധിക്കും. ഒരു സാഡ് സോങ് എന്ന് പറഞ്ഞാൽ നമ്മളെ പല കാര്യങ്ങളിലോട്ട് കൊണ്ടുപോകും. സന്തോഷമായിട്ടുള്ള ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ മനസ്സിനും ശരീരത്തിനും ഒരു ഹാപ്പിനെസ് തരും. ഡീപ് ബ്രീത്തിങ് നമ്മളൊന്ന് ഇപ്പൊ തന്നെ എല്ലാവരും ഒന്ന് ചെയ്യൂ. അതായത് നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുക, ശ്വാസം വലിച്ചെടുക്കുക, പുറത്തോട്ട് വിടുക, ശ്വാസം ഒന്ന് ഇതാക്കുക, പുറത്തോട്ട് വിടുക. അങ്ങനെ ഒന്ന് 3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ വരും. ഓക്കെ. കുറച്ച് നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. നമ്മളൊരു ഫ്രഷ്നെസ് വരും. ഓക്കെ. ബ്യൂട്ടി റിച്വൽ പണ്ട് നല്ല രീതിയിൽ നടന്നവരൊക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ബ്യൂട്ടി കാര്യങ്ങളിൽ ശ്രദ്ധിച്ചവരൊക്കെ ഇപ്പൊ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. യുവ കോമളന്മാരും കോമളവല്ലികളും ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. പലരും വരും പോകും, കാര്യങ്ങൾ വരും പോകും. അങ്ങനെയാണോ നമ്മളുടെ സൗന്ദര്യം നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ നല്ല രീതിയിൽ നടക്കാനുള്ളത് നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് നടക്കുക, അത്രേ ഉള്ളൂ. ആളുകൾ വരും പോകും, അല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് വരും പോകും. നമ്മൾ നല്ല രീതിക്കൊക്കെ അണിഞ്ഞൊരുങ്ങി, നല്ല രീതിക്കൊക്കെ, ഇപ്പോൾ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ നല്ല രീതിക്കൊക്കെ മുണ്ടൊക്കെ ഉടുത്ത് മടക്കി കുത്തിയൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു സന്തോഷമല്ലേ കാണുന്നത്. അതല്ല ഇനിയിപ്പോൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവരവരുടേതായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രീതിയിലൊക്കെ നടക്കുമ്പോൾ കണ്ണിനൊരു കുളിർമയല്ലേ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കുക. അല്ലാതെ വിഷാദമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരവും മനസ്സും മുരടിച്ചു പോകും. അപ്പം അതൊക്കെ വിട്ടേക്കുക. ടേക്ക് എ വോക്ക്. നമ്മൾ നല്ല രീതിക്ക് നടക്കുക. അതായത് നല്ല രീതിക്ക് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നാളെ നടക്കാൻ പോവാം, മറ്റന്നാൾ നടക്കാൻ പോവാം, ഒരാഴ്ച കഴിയട്ടെ, അങ്ങനെ ഇരുന്ന് വർഷങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു പോകും. വാക്കിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഫിസിക്കൽ ഫ്രഷ്നെസ് വരും, മെന്റൽ ഫ്രഷ്നെസ് വരും, ഒരുപാട് നെഗറ്റീവ് എനർജി റിലീഫാണ്. അപ്പം എന്താ പറയുക, അതൊന്നും നിങ്ങളൊന്ന് ചെയ്യുക. കാരണം മടി പിടിച്ചിരിക്കും. അപ്പം അതൊന്ന് നോക്കുക. ഓക്കെ. അപ്പം ഇതാണ് റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.